നമസ്കാരം. ഔട്ട് ഫോക്കസിൽ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്ന വിഷയം സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് പിന്നെയും ചില പൊട്ടിത്തെറികൾ കേൾക്കുന്നു. കഴിഞ്ഞ വാരമാണ് വയനാട്ടിൽ ഒരു പ്രത്യേക സമ്മേളനം കോൺഗ്രസ് നേതൃത്വം വിളിച്ചു ചേർത്തത്. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ ഉള്ള രാഷ്ട്രീയ പദ്ധതികൾ രൂപീകരിക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനകത്ത് നിന്ന് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയും ചെയ്തു. പിന്നീട് ഇന്നലെ ചേർന്ന കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസിൻ്റെ ഒരു നേതൃയോഗത്തിനകത്ത് അവിടെ നിന്നുള്ള വാർത്തകൾ പ്രത്യേക രൂപത്തിൽ പുറത്തുവിടുന്നതിന് പിന്നിൽ വി.ഡി. സതീശൻ്റെ താല്പര്യമുണ്ടെന്നും സമാന്തര പാർട്ടി സംവിധാനം അദ്ദേഹം പ്രവർത്തിപ്പിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നുള്ള ഒരാൾ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ചില ക്യാമ്പയിൻസ് നടത്തുന്നു എന്നുള്ള ആക്ഷേപം, ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചു പാർട്ടി നേതാക്കൾ, പ്രതിനിധികൾ, ചില ആളുകൾ. അത് വലിയതുള്ള വാക്കുതർക്കത്തിന് ഇടയാക്കുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കെ. സുധാകരൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. ആ അഭിപ്രായ വ്യത്യാസത്തെ പരിഗണിച്ചുകൊണ്ട് ചില ചുമതലാ മാറ്റങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഫൈനലി അതിനുശേഷം ചേർന്ന യോഗത്തിൽ മിഷൻ 25 എന്ന പേരിട്ട യോഗത്തിൽ വി.ഡി. സതീശൻ തൻ്റെ അതൃപ്തി പരസ്യമാക്കി പങ്കെടുക്കാതിരിക്കുക കൂടി ചെയ്തു. അപ്പോൾ നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം, ഇവയ്ക്ക് ശേഷം വർദ്ധിത ആവേശത്തോടു കൂടി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് പോകേണ്ട കോൺഗ്രസിനകത്ത് പിന്നെയും വിഭാഗീയതയുടെ സ്വാരസ്യങ്ങൾ കേൾക്കുന്നു എന്നത് എന്തുമാത്രം ആ സംഘടനയെ സംബന്ധിച്ച് ഗുണപ്രദമാണ്, അല്ലെങ്കിൽ അത് എല്ലാ കാലത്തും കോൺഗ്രസിൽ നിന്ന് കേൾക്കുന്ന പോലത്തെ സാധാരണ സംഗതിയാണോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ. ആദ്യം ദൗസേബിന് എന്താണ് തോന്നുന്നത്? കോൺഗ്രസിനകത്ത് നിന്ന് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ കലഹത്തിൻ്റെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അല്ല, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ലോക്കൽ ബോഡി ഇലക്ഷനിൽ CPIM എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്തതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എളുപ്പം ലോക്സഭാ ഇലക്ഷനിൽ ജയിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിൽ ജയിക്കുന്നത് പോലെ അല്ല. ഏറ്റവും സങ്കീർണമായിട്ടുള്ളൊരു സംഗതിയാണത്. കാരണം എന്താണ്, ത്രിതല പഞ്ചായത്ത് സംവിധാനം ഒരു ഭാഗത്തുണ്ട്, പിന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ മറുഭാഗത്തുണ്ട്. എന്ന് പറഞ്ഞാൽ സംഘടനാപരമായി വെൽ എക്യുപ്ഡ് ആകാതെ അത് കടന്നു കളയുക, അത് വിജയിക്കുക എന്നുള്ളത് എത്ര എളുപ്പമല്ല. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിലൊക്കെ ഒരു ആവേശത്തിൽ അങ്ങ് കയറിപ്പോകാൻ പറ്റും. ഇതിന് ഏറ്റവും പ്രധാനം സംഘടനാ സംവിധാനമാണ്, സംഘടനാ മെഷീനറിയാണ്. കാരണം വാർഡ് തലം മുതൽ ഓരോ പഞ്ചായത്ത്, നൂറുകണക്കിന് പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളിൽ ആയിരക്കണക്കിന് വാർഡുകൾ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, അതിൻ്റെ ഡിവിഷനുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തന്നെ 10,000 വരും. അപ്പോൾ കോൺഗ്രസ് പോലെയുള്ളൊരു സംഘടനയിലൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ എത്രത്തോളം ഒരു കഠിനമായ യത്നമായിരിക്കും. അപ്പോൾ സംഘടന ഈ ഏറ്റവും ഫലപ്രദമായി പണിയെടുത്ത് അത് സ്ട്രിക്റ്റായി നിൽക്കുമ്പോൾ മാത്രമേ ഈ സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ സംഘടനയാണ് അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കോൺഗ്രസ് ഏറ്റവും ദുർബലമാകുന്നൊരു ഏരിയ അതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഏരിയ അതാണ്, അവരുടെ പാർട്ടി സംഘടനയാണ്. അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പം അത് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേരളത്തിൽ നോക്കിക്കുക UDF ഭരിക്കുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ആരുടെ കയ്യിലാണ്? LDFൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മെക്കാനിസം അവർക്കുണ്ട്. അപ്പം ആ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡയറക്റ്റ് പീപ്പിൾ കണക്ട്, അതവിടെ നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആര് ഭരിക്കുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളിൽ മേൽക്കൈ നിലനിർത്താൻ LDFന് സാധിക്കുന്നത് CPMൻ്റെ സംഘടനാ സംവിധാനം കൊണ്ടാണ്. അപ്പോൾ അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ CPM വർദ്ധിത ആവേശത്തോടു കൂടിയാണ് ഇതിന് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ശുചിത്വ യജ്ഞം ഉണ്ടല്ലോ, അത് ചില്ലറ പരിപാടിയായിട്ട് കാണണ്ട കേട്ടോ. അത് CPMൻ്റെ സർവ്വ സംവിധാനങ്ങളെയും ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെ CPMൻ്റെ സംഘടനാ സംവിധാനങ്ങൾ, അതിൻ്റെ വർഗ ബഹുജന സംഘടനയുടെ സംവിധാനങ്ങൾ, പാർട്ടി സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, ഇവരെല്ലാവരെയും സമ്പൂർണ്ണമായി ഇളക്കി മറിച്ച് ഇറക്കി നടത്തുന്ന ഒരു വലിയ പ്രോജക്റ്റാണത്. അപ്പോൾ അത് നാട് മുഴുവൻ വൃത്തിയാക്കുക എന്നത് ഓഫ് കോഴ്സ് അതിൻ്റെ ലക്ഷ്യമാണ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി കളമൊരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് കോൺഗ്രസ് നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ബത്തേരിയിൽ നടന്നിട്ടുള്ള ചിന്തൻ ശിബിർ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ബത്തേരിയിലെ ചിന്തൻ ശിബിറിൽ ഇത് സംബന്ധമായ ആലോചനകളുണ്ടായി. അതിൽ കാണേണ്ട കാര്യം കെ. സുധാകരനാണ് KPCC പ്രസിഡൻറ്റ്. നമുക്കറിയാം സുധാകരൻ പല കാര്യങ്ങളും കൃത്യമായി ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പലപ്പോഴും മറവികൾ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മാധ്യമങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നന്നായി പ്രവർത്തിച്ച
കുറച്ച് മണ്ഡലം പ്രസിഡൻറ്റുമാരെ മാറ്റിയിട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ അതേക്കുറിച്ച് ചോദ്യം വന്നു അവിടെ. അപ്പോൾ അദ്ദേഹം ചോദ്യം വന്നപ്പോൾ അങ്ങനെ മാറ്റിയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പുള്ളി അറിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അത് അവിടെ ഒരു ചർച്ച നടക്കുകയുണ്ടായി. അപ്പോൾ ആ ചർച്ചയ്ക്കൊടുവിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, AICC സെക്രട്ടറിമാരായിട്ടുള്ള 2 ആളുകളുണ്ട്, വിശ്വനാഥ് പെരുമാൾ പിന്നെ ഒരു മോഹനൻ. ഇവർ 2 പേരും മുഴു സമയം KPCC ആസ്ഥാനത്തുണ്ടായിരിക്കണം എന്ന് അവിടെ വെച്ച് തീരുമാനിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും KPCC പ്രസിഡൻറ്റിന് ശ്രദ്ധക്കുറവുണ്ട് എന്ന് പാർട്ടി യോഗത്തിൽ തന്നെ വിലയിരുത്തലുണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്, ഊർജ്ജമുള്ളൊരു സംഘടനാ സംവിധാനമാണെങ്കിൽ പാർട്ടി പ്രസിഡന്റ് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ പോസ്റ്റല്ലല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസാണത്, നിർണായകമായ ഒരു ചെയറാണ്. പാർട്ടി KPCC പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ളതാണ് ആരോഗ്യമുള്ളൊരു പാർട്ടിയാണെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷേ അതിനുള്ളൊരു ബലം കോൺഗ്രസ്സിനില്ല. ബലം കോൺഗ്രസ്സിനില്ലാത്തതാണോ, അതല്ല അദ്ദേഹത്തെ ഇപ്പം മാറ്റിയാൽ ഞങ്ങളുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടും എന്ന് വിചാരിക്കുന്നവരുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ട കാര്യമാണ്. എനിവേ KPCC പ്രസിഡൻ്റ് അല്ല, വേറെ പലരുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കോൺഗ്രസ്സിനെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ അതിൽ ചില KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഇപ്പം അതിൽ തന്നെ നേരത്തെ കണ്ണൂരിൽ മത്സരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ജയന്തിൻ്റെ പേര് അതിനകത്തുണ്ട്, ലിജുവു, അതേമാതിരി തൃശ്ശൂരിൽ നിന്നുള്ള TU രാധാകൃഷ്ണൻ. ഇവരൊക്കെയാണ് പ്രസിഡൻറ്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു വിമർശനം പാർട്ടിക്കകത്തുണ്ട്. വിമർശനമാണോ അല്ല, അത് അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ എനിവേ ഒരാരോഗ്യമുള്ള പാർട്ടിയാണെങ്കിൽ കെ സുധാകരന് പകരം, അദ്ദേഹം ഇപ്പോൾ MP കൂടിയാണ്, അവിടെ കണ്ണൂരിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെ സുധാകരന് പകരം ഒരാളെ നിശ്ചയിക്കാനുള്ള പ്രാപ്തിയാണ് കോൺഗ്രസ് കാണിക്കേണ്ടത്. അത് പക്ഷേ അവർ കാണിക്കുന്നില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മുമ്പിൽ വെച്ച് ആണ് അവിടെ എന്താണ്, ഓരോ ജില്ലയ്ക്കും മാത്രം, ഓരോ കോർപ്പറേഷനും ഓരോ ജില്ലക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചാർജ് ആർക്കാണെന്നറിയോ, രമേശ് ചെന്നിത്തലയ്ക്കാണ്. അവരുടെ തന്നെ പത്രക്കുറിപ്പുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല രമേശ് ചെന്നിത്തല, VD സതീഷിന് എറണാകുളം കൊച്ചിൻ കോർപ്പറേഷൻ്റെ ചുമതലയുണ്ട്. ഇങ്ങനെ PC വിഷ്ണുനാഥിന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല. അങ്ങനെ സീനിയറായ നേതാക്കന്മാർക്ക് കോർപ്പറേഷൻ്റെ ചുമതലയും ജില്ലകളുടെ ചുമതലയും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൊത്തം മേൽനോട്ടം ആർക്കാണ്, VD സതീശനാണ്. അപ്പോൾ ഇത് ബത്തേരിയിൽ ചിന്തൻ ശിബിർ തീരുമാനിച്ചൊരു കാര്യമാണ്. ആ ചിന്തൻ ശിബിറാകട്ടെ എന്താണ്, KC വേണുഗോപാൽ അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുള്ളൊരു മീറ്റിംഗാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അതുമായിട്ട് സതീശൻ മുന്നോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇങ്ങനെ ജില്ലയുടെ ഭാരവാഹിത്വമുള്ള KPCC ജനറൽ സെക്രട്ടറിമാർ നേരത്തെ തന്നെ ഉണ്ട്. അത് നമ്മൾ കാണണം. 28 KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ജില്ലകളുടെ ചാർജുള്ള ആളുകളുണ്ട്. മേഖല ഇപ്പോൾ തെക്കൻ മേഖല, മധ്യമേഖല, വടക്കൻ മേഖല എന്നൊക്കെ പറഞ്ഞാൽ മേഖല തിരിച്ച് അതിന് ചാർജുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജില്ലയുടെയും കോർപ്പറേഷൻ്റെയും ചാർജുള്ള നേതാക്കന്മാരെ നിശ്ചയിക്കുന്നു. അവരെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ മുന്നോട്ട് പോയി തുടങ്ങി. അപ്പോഴാണ് ഈ പൊട്ടൽ വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നലെ KPCC ഭാരവാഹികളുടെ മീറ്റിംഗ് ഓൺലൈനായിട്ട് നടക്കുകയാണ്. അതിൽ VD സതീശനെ വിളിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനി VD സതീശൻ അതിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ആ മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഈ പറയുന്ന ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ അവസരം തന്ന KPCC പ്രസിഡൻറ്റിന് പിന്നെ അഭിനന്ദിച്ചുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നു. ഈ പറയുന്ന സമാന്തര സംവിധാനം എന്ന് പറയപ്പെടുന്ന ഇതിനെതിരെ ആളുകൾ വലിയ തോതിൽ സംസാരിക്കുന്നു. അതിന് എന്താ എനിക്ക് തോന്നുന്നത്, പിന്നെ ഈ ഒരു സംവിധാനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപകടമാകും, തങ്ങളുടെ മണ്ണൊലിക്കും എന്ന് ചില ആളുകൾ കരുതുന്നുണ്ടാകണം. അല്ലെങ്കിൽ ഇത് പാർട്ടി ചിന്തൻ ശിബിർ തീരുമാനിച്ച ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അതിനെതിരെ ഈ നിലയ്ക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു അധികാര തർക്കം, അല്ലെങ്കിൽ VD സതീശൻ അങ്ങനെ ആളാവേണ്ട എന്ന് വിചാരിച്ച ഏതൊക്കെയോ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. VD സതീശനെ കുറിച്ച് നമ്മൾ കാണേണ്ട കാര്യം, ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ജൈവികമായ ഒരു പ്രവർത്തന രീതി എന്ന് വെച്ചാൽ ഗ്രൂപ്പുകളിലൂടെയാണല്ലോ പ്രവർത്തിക്കുന്നത്. ഈ VD സതീശൻ സ്വന്തമായൊരു ഗ്രൂപ്പില്ലാത്ത ഒരാളാണ്. സ്വന്തമായൊരു ഗ്രൂപ്പില്ലാത്തത് നല്ല കാര്യം, പൊതുവെ നോക്കുമ്പോൾ നല്ല കാര്യം തോന്നും. പക്ഷേ കോൺഗ്രസ്സിനകത്തൊരു മോശം കാര്യമാണ്. സ്വന്തമായി ഗ്രൂപ്പില്ലാതാകുമ്പോൾ എന്താണ് സംഭവിക്കുക, സ്വന്തമായി പ്രവർത്തിക്കാനുള്ള ഒരു ഏരിയ നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ സ്വന്തമായി കമ്മിറ്റ്മെൻറ്റും നഷ്ടപ്പെടുകയാണ്. അങ്ങനെയുണ്ട്.
അപ്പോൾ 28 KPCC ജനറൽ സെക്രട്ടറിമാരിൽ വി ഡി സതീശൻ്റെ കൂടെ ആര് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വി ഡി സതീശന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ചുമതല, ലോക്കൽ ബോഡി ഇലക്ഷന് ചുമതല കൊടുത്തിരിക്കുകയാണ്. ഈ 28 KPCC ജനറൽ സെക്രട്ടറിമാരിൽ ആരെ അയാൾ ഡിപ്പെൻഡ് ചെയ്യും, ആരെ ഹുക്ക് ചെയ്യും, ആരെ വെച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകും, ആര് സപ്പോർട്ട് കൊടുക്കുമെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ അവിടെ നിൽക്കക്കള്ളിയില്ലാതാവും. അപ്പോൾ ആ ഒരു പ്രശ്നം വി ഡി സതീശനും അനുഭവിക്കുന്നുണ്ടാകും. എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാലും ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പുറത്ത് LDF എന്ന് പറയുന്ന അതിഗംഭീരമായ സംഘടനാ സംവിധാനമുള്ള ഒരു സംവിധാനത്തോട് മുട്ടുമ്പോൾ ഇങ്ങനെയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോകുന്നതെങ്കിൽ പൊളിഞ്ഞ് പാളീസാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. UDF അധികാരത്തിലുള്ളപ്പോൾ പോലും, UDF അധികാരത്തിൽ ഉള്ളപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാ സംവിധാനങ്ങളും UDFൻ്റെ കയ്യിലുള്ളപ്പോൾ പോലും ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDF ആണ് മേൽക്കൈ നേടാറ്. അപ്പോൾ അതിനൊന്നും മറികടക്കണം എന്നുള്ള നിശ്ചയത്തിലാണ് ഇവർ ചിന്തൻ ശിബിർ ഉണ്ടാക്കുന്നത്. ചിന്തൻ ശിബിറിൽ വെച്ചൊരു സംവിധാനം ഉണ്ടാക്കുന്നു, ആളുകളെ ചുമതലപ്പെടുന്നു. അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ തമ്മിലടിയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കടക്കാൻ പോകുന്നില്ല എന്ന് പറയേണ്ടി വരും. രാജംസ്, കോൺഗ്രസ്സുകാരുടെ എപ്പോഴത്തെയും വലിയ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കവിഞ്ഞ ജനാധിപത്യമുള്ളൊരു പാർട്ടിയാണ്, ആളുകൾ എത്രയോ കാലമായിട്ട് ഇത് കാണുന്നു, ആളുകൾ യൂസ്ഡ് ആണ്, അപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ഒരു പ്രതിച്ഛായയെ ബാധിക്കാൻ പോകുന്ന കാര്യമല്ല, അവർ തമ്മിലടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ആളുകൾ വോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ വാർത്തയല്ല, ഈ ആഭ്യന്തര സംഘർഷം എന്നുള്ളതാണ് അവരുടെ കോൺഫിഡൻസ്. പുതിയ കാലത്തും അങ്ങനെയാണോ? അല്ല, ദാവസായി പറഞ്ഞല്ലോ, ഈ കോൺഗ്രസിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഗ്രൂപ്പുകളായിരുന്നൊരു കാലമുണ്ട്. ആ കാലം കഴിഞ്ഞു പോയി. കോൺഗ്രസിൻ്റെ ശക്തി ഗ്രൂപ്പുകളായിരുന്നു. ഇപ്പോൾ വ്യത്യസ്ത ഗ്രൂപ്പുകളുള്ളപ്പോൾ തന്നെ ആ ഗ്രൂപ്പുകൾക്ക് നേതാക്കളുണ്ടാവും, ആ നേതാക്കൾക്ക് അനുയായികളുണ്ടാവും. അപ്പോൾ ഒരു സീറ്റിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടി ആ ഗ്രൂപ്പ് പരമാവധി പണിയെടുക്കും. അതിനർത്ഥം മറ്റു ഗ്രൂപ്പുകളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നൊന്നല്ല, അവരുടെ ഒരു വാശിയാണ്, അവരുടെ ഗ്രൂപ്പിൻ്റെ ആളെ ജയിപ്പിക്കുക എന്നുള്ള അവരുടെ വാശിയായിരിക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനം ഗ്രൂപ്പുകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ഇപ്പോൾ കുറേ നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ സുധാകരനുണ്ട്. കെ സുധാകരന് സ്വന്തമായിട്ട് ഗ്രൂപ്പുണ്ടോ? ഇല്ല. വി ഡി സതീശന് ഗ്രൂപ്പുണ്ടോ? ഇല്ല. രമേശ് ചെന്നിത്തലയുണ്ട്, കെ മുരളീധരനുണ്ട്, KC വേണുഗോപാലിനൊരു റോളുണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിൽ. ഇപ്പോൾ ഇവർക്കൊക്കെയും അനുയായികളുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തമായി അനുയായി വൃന്ദമുള്ളൊരു നേതാവാണ്. കെ മുരളീധരൻ അങ്ങനെ ഒരു നേതാവാണ്. KC വേണുഗോപാലിനും പുതുതായി ധാരാളം അനുയായികൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ രണ്ട് നേതാക്കളല്ല സുധാകരനും വി ഡി സതീശനും. അപ്പോൾ അത് അത്തരം രണ്ട് നേതാക്കളെ തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ AICC നേതൃത്വം ഇരുന്നതിൻ്റെ പിന്നിലും ഈ ഗ്രൂപ്പ് വേണ്ട എന്ന തീരുമാനമായിരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോൾ പോലും ഈ അനുയായികളുടെ ഒപ്പം, ഈ നേതാക്കളുടെ ഒപ്പം കുറേ ആൾക്കാരുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഇല്ലാതാവുകയും അതേസമയം ഒരു സെമി കേഡറായി ഈ പാർട്ടിയെ പരിവർത്തിപ്പിക്കുമെന്ന കെ സുധാകരൻ്റെ പ്രഖ്യാപനവും നടന്നിട്ടില്ല. ഒരു സംഘടന, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷൻ ജയിക്കണമെങ്കിൽ അതിന് പൊളിറ്റിക്കൽ പാർട്ടി നിലനിൽക്കണമെങ്കിൽ തന്നെ അതിനൊരു ഐഡിയോളജി വേണം. അതിന് ആ ഐഡിയോളജിയോട് പ്രതിബദ്ധതയുള്ള കേഡർഷിപ്പ് വേണം, ഉൾപാർട്ടി ജനാധിപത്യം വേണം. ഇപ്പോൾ ഇന്ന് സുധാകരൻ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ പലതരം അഭിപ്രായങ്ങൾ വരും, ഇത് ജനാധിപത്യ പാർട്ടിയല്ലേ, CPM പോലെയല്ലോ എന്ന് പറയുന്നത്. ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വായി തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതല്ല. അതായത് കുത്തിത്തിരിപ്പിനും കലഹത്തിനും പറയുന്ന പേരല്ല ഉൾപാർട്ടി ജനാധിപത്യം. ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് അത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തിനു വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഒരു ചർച്ച നടക്കുകയാണ്, പാർട്ടി കമ്മിറ്റിയിൽ ഒരു ചർച്ച നടക്കുകയാണ്, ഒരു വിഷയത്തിൽ ചർച്ച വരുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും, അത് ശരിയല്ല ഇത് ശരിയല്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ എന്തായിരിക്കണം? പാർട്ടിക്ക് കൂടുതൽ മെച്ചം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സുധാകരൻ ഒരു റിട്ടയർമെൻറ്റ് മോഡിലാണ് എന്നിരിക്കെ, അങ്ങനെ തന്നെ പറയണം, അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയുന്നത് നമ്മൾ പറഞ്ഞാൽ ശരിയല്ല, അദ്ദേഹം ഓർത്ത് തന്നെ കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം റിട്ടയർമെൻറ്റ് മോഡിലാണ്, പ്രായാധിക്യമുണ്ട് അദ്ദേഹത്തിന്, പിന്നെ MP സ്ഥാനവും ഈ KPC അധ്യക്ഷ സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ കൂടുതൽ നേതാക്കളെ കൊടുക്കുകയോ ആണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തെ സഹായിക്കാൻ കൂടുതൽ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുമാരോ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുണ്ടായില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ പലർ കൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥ വരും. അതാണ് ഇപ്പോൾ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ മുമ്പ് ദാവസാഹിബ് പലപ്പോഴും പറയാനുള്ളത് ഒരു മാസ്റ്ററാണ്, ഇലക്ഷൻ ഇറങ്ങിൻ്റെ മാസ്റ്ററാണ് എന്ന് പറയാറുണ്ട്. അദ്ദേഹം അതൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ആളാണ്, ഇലക്ഷൻ ജയിക്കാൻ കഴിവുള്ളതാണ്. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ് അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോകാൻ സാധ്യത, കോൺഗ്രസ് UDF തോറ്റുപോകാൻ സാധ്യതയുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു തൃക്കാക്കര. കാരണം ഒരു സർക്കാരിൻ്റെ മെഷീനറി മൊത്തം തൃക്കാക്കരയിൽ വന്ന് തമ്പടിക്കുകയായിരുന്നു. സതീശൻ ചെയ്തതെന്ന് വെച്ചാൽ സതീശൻ കേരളത്തിലെ പ്രമുഖ നേതാക്കളെ കൊണ്ടൊന്നും അവിടെ പ്രചാരണം നടത്തുകയോ ഒന്നുമല്ല ചെയ്തത്. അവിടെ തന്നെയുള്ള കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തി ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് നടത്തിയത്. അതിൻ്റെ ഫലം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ തോൽവി മറികടക്ക് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു കയറുകയും ചെയ്തു. സ്ഥാനാർത്ഥി പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടാണ്. പുതുപ്പള്ളിയിൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇവിടെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുള്ളൂ, കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ പേരെഴുതി കാണിച്ച ആൾക്കാർ വോട്ട് ചെയ്യുമായിരുന്നു.
പക്ഷേ ചാണ്ടിയുമ്മൻ മത്സരിക്കുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് അവിടെ സംഘടന ഉണ്ടാക്കേണ്ടി വന്നു. അതിനും സതീശനാണ് നേതൃത്വം കൊടുത്തത്. പക്ഷേ സതീശൻ്റെ ഒരു ബലഹീനത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുന്ന ഒരു എന്താണ് പറയുക, ഒരു ക്രൗഡ് പുള്ളർ നേതാവായി അദ്ദേഹം ഇനിയും വളർന്നിട്ടില്ല. അദ്ദേഹം മികച്ച നേതാവാണ്, കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ആളാണ്, നല്ല ബുദ്ധിമാനാണ്, നന്നായിട്ട് സംസാരിക്കാവുന്ന ആളാണ്. പക്ഷേ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന, ഇപ്പോൾ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അസംബ്ലിയിൽ നേതാവാണല്ലോ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ. അപ്പോൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക, തന്നോടൊപ്പം ചേർത്ത് നിർത്തുക, തന്നോടൊപ്പം പ്രവർത്തിക്കാൻ അവരെ സജ്ജരാക്കുക അതൊരു ലീഡർഷിപ്പിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയിലേക്ക് സതീശൻ ഇനിയും എത്തേണ്ടിയിരിക്കുന്നു. അതേസമയം നിങ്ങൾ രമേശ് ചെന്നിത്തലയുടെ കാലത്ത് നോക്കുക. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപാട് പാളിച്ചകൾ വന്നു എന്ന് അന്ന് ഭരണപക്ഷം ആരോപിക്കുമായിരുന്നു. പലരും അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ചെന്നിത്തല ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളെ പാർട്ടി ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള തുടങ്ങിയ പരാതികളുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ചെന്നിത്തലയോട് ഇത്തരം ഒരു സമീപനം പൊതുവെ ആ പാർട്ടിക്കകത്തുണ്ടായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതെനിക്ക് തോന്നുന്നത് എക്സ്പീരിയൻസിൻ്റെ കൂടിയാവാം. കാരണം സതീശൻ എന്ന് പറഞ്ഞാൽ വളരെ പൊടുന്നനെ ഉയർന്ന നേതാവാണ്. അദ്ദേഹം 2 പതിറ്റാണ്ടായിട്ട് ജനപ്രതിനിധിയാണ്. അതൊക്കെ ആയിരിക്കും തന്നെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവായിരിക്കാം ഈ ആളുകൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ചേർത്ത് പിടിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം. അതിന് സതീശൻ കുറച്ചുകൂടി സമയമെടുത്ത് അത് ചെയ്യുമായിരിക്കും. പക്ഷേ ആ കാര്യത്തിൽ ചെന്നിത്തല ഒരു മാതൃകയാണ് സതീശന് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം പരിഹരിക്കാൻ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട, AICC ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് AICC ശ്രദ്ധിക്കണം. അവരാണത് പരിഹരിക്കേണ്ടത്. യെസ്, എന്തായാലും കോൺഗ്രസ് അടുത്ത 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്ന ഘട്ടത്തിലുണ്ടാക്കുന്ന ആഭ്യന്തര ശൈഥില്യങ്ങളും ഈ പറയുന്ന ബഹളങ്ങളും ഒക്കെ ഗുണം ചെയ്യുമോ എന്ന് അവരാലോചിക്കേണ്ട കാര്യമാണ്.